പ്രൈസ് ലോർഡ്. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. എന്നെ കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വേഗം കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞാൻ എൻ്റെ സ്നേഹവന്ദനങ്ങളെ അറിയിക്കുന്നു. ഒരു കാര്യവും പ്രെഡിക്റ്റബിൾ അല്ല ഈ നാളിൽ. നമുക്കൊന്നും മുൻകൂട്ടി പറയാൻ പറ്റത്തില്ല. പ്രത്യേകിച്ച് ഈ നാളിൽ വയനാട്ടിൽ നടന്ന ലാൻഡ് സ്ലൈഡിങ്, അവിടെ നടന്ന ദുരിതങ്ങൾ, സംഭവങ്ങൾ, ഇതെല്ലാം നാം ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്ന കാര്യങ്ങളല്ല. അതിൻ്റെ ചുരുക്കം അർത്ഥം എന്നാന്ന് വെച്ചാൽ വി ആർ ലിവിങ് ഇൻ അൺപ്രസിഡൻറ്റഡ് ടൈംസ്. ഒന്നും നമുക്ക് ശാശ്വതമായി നിലനിൽക്കുന്നത് ഈ ലോകത്തിലില്ല. എന്നാൽ വിശ്വാസികളായി നമുക്കറിയാം, നമ്മുടെ കർത്താവ് ഇന്നും ജീവിക്കും. അവൻ്റെ ആലോചനകളൊക്കെയും നിറവേറും. അങ്ങനെ ആ ദൈവത്തിൻ്റെ സോവർണിറ്റിയിൽ നാം വിശ്വസിച്ച് ആശ്രയിക്കുമ്പോൾ നമുക്കൊരു കാര്യം മനസ്സിലാക്കാൻ പറ്റും. അപ്രതീക്ഷിതമായി വരുന്ന എല്ലാ എൻകൗണ്ടേഴ്സും, ഞാനിങ്ങനെ പറയട്ടെ, അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള എൻകൗണ്ടേഴ്സ്, അത് നമ്മുടെ ജീവിതത്തിൽ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ബ്ലെസ്സിങ്സ് കൊണ്ടുവരും. പ്രൈസ് ദ ലോർഡ്. അതുകൊണ്ട് ദൈവമക്കളെ, തിരുവചനത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയൊന്ന് നമുക്ക് തിരിക്കാം. നമുക്ക് തീർച്ചയായിട്ടും അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ജീവിതത്തിൽ സംഭവിക്കുന്നതിനെ എതിരേൽക്കുവാൻ ഒരു സമർപ്പണ ബോധം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ. ഇന്ന് അല്പനേരത്തെ ചിന്തയ്ക്കായിട്ട് യെശയ്യാവ് 55:8, ഐസായ ചാപ്റ്റർ 55 വേഴ്സ് 8. എൻ്റെ വിചാരങ്ങൾ നിങ്ങളുടെ വിചാരങ്ങൾ അല്ല, നിങ്ങളുടെ വഴികൾ എൻ്റെ വഴികളുമല്ല എന്ന് യഹോവ അരുളി ചെയ്യുന്നു. പലപ്പോഴും ബുദ്ധിമുട്ടുള്ള ഹാർഡ് ടൈംസിലൊക്കെ നമ്മൾ ചില പ്ലാനുകളൊക്കെ നിരൂപിക്കും. എന്നിട്ട് ദൈവം നമ്മെ രക്ഷിക്കുമെന്ന് നാം ഓർക്കും. ഇങ്ങനെ രക്ഷിക്കുമായിരിക്കും, ഇങ്ങനെ അവൻ ചെയ്യുമായിരിക്കും എന്ന് നാം പറയും. പക്ഷെങ്കിൽ അങ്ങനെ നാം പറയുന്നുണ്ടെങ്കിൽ നമ്മൾ ദൈവം പറഞ്ഞ ചില കാര്യത്തെ നിരാകരിക്കുക, ഡിസ്മിസ് ചെയ്ത് കളയുക. എസ്പെഷ്യലി നമ്മുടെ കുറിവാക്യം, ഞാൻ വിചാരിക്കുന്നത് പോലെ ദൈവം ചെയ്യും. അല്ല, നമ്മുടെ വിചാരമേ അല്ല ദൈവത്തിൻ്റെ വിചാരം, നമ്മുടെ വഴിയേ അല്ല ദൈവത്തിൻ്റെ വഴി. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരോട് ഞാൻ പറയട്ടെ, പ്രിപ്പയർ ഫോർ ദ അൺഎക്സ്പെക്റ്റഡ്. 2 രാജാക്കന്മാർ 5-ാം അധ്യായത്തിൽ നമുക്ക് നയമാൻ്റെ ആ സംഭവം അറിയാം. അരാം രാജാവിൻ്റെ സേനാധിപതിയായ പരാക്രമശാലിയായ നയമാൻ കുഷ്ഠരോഗിയായിരുന്നു. എന്നാൽ ആ വീട്ടിൽ ജോലിക്ക് നിന്ന ചെറിയ പെൺകുട്ടി നയമാൻ്റെ ഭാര്യയ്ക്ക് ശുശ്രൂഷ ചെയ്തിരുന്നപ്പോൾ നയമാൻ്റെ ഭാര്യയോട് പറഞ്ഞു, പ്രവാചകൻ്റെ അടുത്ത് ഒന്ന് ചെന്നിരുന്നെങ്കിൽ തീർച്ചയായിട്ടും ഈ യജമാനന് സൗഖ്യം വന്നേനെ എന്ന്. താൻ അതുകൊണ്ട് പ്രവാചകനായ ഏലീശായെ തെരഞ്ഞ്, അത്ഭുതം ചെയ്യാൻ കഴിവുള്ള ഏലീശായെ തെരഞ്ഞ് സൗഖ്യം പ്രാപിക്കേണ്ടതിന് അവൻ്റെ അടുക്കൽ പോയി. പക്ഷെങ്കിൽ നമുക്ക് അവിടെ മനസ്സിലാക്കുന്നൊരു കാര്യം, താൻ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത മറുപടിയാണ് പ്രവാചകൻ പറഞ്ഞത്. ഹി ഹേർഡ് ആൻ അൺഎക്സ്പെക്റ്റഡ് മെസ്സേജ്. അതെന്തുവായിരുന്നു? 2 രാജാക്കന്മാർ 5:10 ഇങ്ങനെ പറയുന്നു, നീ ചെന്ന് യോർദാനിൽ 7 പ്രാവശ്യം കുളിക്കുക, അപ്പോൾ നിൻ്റെ ദേഹം മുമ്പിലത്തെ പോലെയായി നീ ശുദ്ധനാകും എന്ന് പറയിച്ചു. നയമാന് തീർച്ചയായും ക്രുദ്ധിച്ചുപോയി. കാരണം ദൈവത്തിൻ്റെ ആ മെത്തേഡിനോട് അവൻ്റെ ഐഡിയാസ് ഒന്നും യോജിച്ചില്ല. അപ്പോൾ ഏറ്റവും ക്രുദ്ധിച്ചു എന്നാണ് ബൈബിളിൽ എഴുതിയിരിക്കുന്നത്. പക്ഷെങ്കിൽ എലീശ പറഞ്ഞ കാര്യം, അതിന് തന്നെ സബ്മിറ്റ് ചെയ്തു കൊടുത്തു. താൻ 7 പ്രാവശ്യം പോയി യോർദാനിൽ മുങ്ങി. അപ്പോൾ എന്ത് ചെയ്തു? അവൻ്റെ ദേഹം ചെറിയ ബാലൻ്റെ ദേഹം പോലെയായി അവൻ ശുദ്ധനായി തീർന്നു. പ്രൈസ് ദി ലോർഡ്. അപ്പോസ്തലനായ പൗലോസിന് പല വിധത്തിലുള്ള വ്യത്യസ്തങ്ങളായിട്ടുള്ള എക്സ്പീരിയൻസ് ദൈവവഴികളെക്കുറിച്ചുള്ളത് ഉണ്ടായിട്ടുണ്ട്.
അവൻ ഒത്തിരി സഫർ ചെയ്യേണ്ടി വന്ന ഒരു കാര്യമായിരുന്നു തൻ്റെ ശരീരത്തിലെ ആ ശൂലം. ടോർമെൻറ്റഡ് ബൈ സിവിയർ പെയിൻ. 3 പ്രാവശ്യം അത് മാറേണ്ടതിന് ദൈവത്തോട് അപേക്ഷിച്ചു. പക്ഷേ ദൈവം അത് സൗഖ്യമാക്കിയില്ല, അത് മാറ്റി കൊടുത്തില്ല. പൗലോസിന് കിട്ടിയത് ഒരു അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ആൻസറായിരുന്നു. എന്തുവാ? എൻ്റെ കൃപ നിനക്ക് മതി. അതായത് എൻ്റെ ശക്തി ബലഹീനതയിൽ തികഞ്ഞു വരുന്നതാണ്. അപ്പം വാട്ട് മൈറ്റ് ഹാവ് സീംഡ് ലൈക്ക് റിജക്ഷൻ വാസ് ആക്ച്വലി ഗോഡ് കോളിംഗ് പോൾ ടു എ റിലേഷൻഷിപ്പ് വേർ ഹി വുഡ് ഹാവ് എവറിത്തിങ് നീഡഡ് ടു അക്കംപ്ലിഷ് ദ വിൽ ഓഫ് ഗോഡ് ഇൻ ഹിസ് ലൈഫ്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് ഞാൻ പറയട്ടെ, എന്തൊരു പ്രോമിസാണ്. പൗലോസ് ആ വലിയ ഉത്തരത്തിൻ്റെ മുമ്പിൽ താൻ സമർപ്പിച്ചു. ആ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ആൻസറിൻ്റെ മുമ്പിൽ താൻ തന്നെ സമർപ്പിച്ചു. അതുകൊണ്ടാണ് പറയുന്നത്, എനിക്ക് പ്രശംസിപ്പാനൊന്നുമില്ല. തൻ്റെ ബലഹീനതകളിൽ മാത്രമല്ലാണ്ട് തനിക്ക് പ്രശംസിപ്പാനൊന്നുമില്ല. അതുകൊണ്ട് ദൈവത്തിൻ്റെ ശക്തി എൻ്റെ മേൽ എപ്പോഴും ആവസിക്കുന്നുണ്ടെന്ന് പറഞ്ഞ് താൻ ദൈവസന്നിധിയിൽ സമർപ്പിച്ചു കൊടുക്കുന്നൊരു വ്യക്തിയായിട്ട്, പൂർണ്ണമായിട്ട് സമർപ്പിച്ചു കൊടുക്കുന്നൊരു വ്യക്തിയായിട്ട് മാറി. അപ്പോൾ അവൻ്റെ ആ റിയലായിട്ടുള്ള സബ്മിഷൻ നമ്മുടെ ജീവിതത്തിൽ നമുക്കൊക്കെ എപ്പോഴും എൻകറേജ്മെൻറ്റ് തരുന്ന 2 വലിയ വാക്യങ്ങളെ പുറത്തു കൊണ്ടുവന്നു. ഒന്ന്, ഞാൻ ബലഹീനനായിരിക്കുമ്പോൾ തന്നെ ഞാൻ ശക്തനാകുന്നു. രണ്ടാമത്തെ ഒരു വാക്യം, കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിനും മതിയാകുന്നവനാകുന്നു. പ്രൈസ് ഗോഡ്. ഞാൻ ആഗ്രഹിക്കുക, ദൈവമക്കളെ, അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള വഴികൾ നിങ്ങളുടെ മുമ്പിൽ തുറന്നു വരുമ്പോൾ ഫിസിക്കലി, മെൻ്റലി, ഇമോഷണലി, സ്പിരിച്വലി ദൈവം തീർച്ചയായിട്ടും നിങ്ങളുടെ ആവശ്യങ്ങളെ അവൻ മീറ്റ് ചെയ്യും. ദൈവം നമ്മുടെ തോട്ട് പാറ്റേൺ അനുസരിച്ചല്ല പ്രവർത്തിക്കുന്നത്, പക്ഷേ നമ്മെ അവൻ്റെ ഇഷ്ടത്തിനൊത്തവണ്ണമായിട്ട് നമ്മെ അവൻ വിളിച്ച് അടുപ്പിക്കുക. മത്തായിയുടെ സുവിശേഷം 9-ാം അധ്യായം അതിൻ്റെ 9-10 വാക്യങ്ങൾ പ്രിയപ്പെട്ടവരെ നിങ്ങൾ ഒന്ന് ശ്രദ്ധിച്ചാട്ടെ. മാത്യു ചാപ്റ്റർ 9 വേഴ്സസ് 9 and 10. യേശു അവിടെ നിന്ന് പോകുമ്പോൾ മത്തായി എന്നു പേരുള്ളൊരു മനുഷ്യൻ ചുങ്കസ്ഥലത്ത് ഇരിക്കുന്നത് കണ്ടു. എന്നെ അനുഗമിക്കുക എന്ന് അവനോട് പറഞ്ഞു. അവൻ എഴുന്നേറ്റ് അവനെ അനുഗമിച്ചു. അവൻ വീട്ടിൽ ഭക്ഷണത്തിനിരിക്കുമ്പോൾ വളരെ ചുങ്കക്കാരും പാപികളും വന്ന് യേശുവിനോടും അവൻ്റെ ശിഷ്യന്മാരോടും കൂടെ പന്തിയിൽ ഇരുന്നു. പ്രൈസ് ദ ലോർഡ്. ഒരു ദിവസം മത്തായി ഇങ്ങനെ ടാക്സൊക്കെ കളക്ട് ചെയ്ത് ഇരിക്കുന്ന സമയത്താണ് യേശുവുമായിട്ടുള്ളൊരു എൻകൗണ്ടർ അവനുണ്ടായത്. അത് അവൻ്റെ ജീവിതത്തെ ആകമാനം മാറ്റി. എത്ര വർഷങ്ങൾ ആ ജോലി ചെയ്തുകൊണ്ട് അവൻ ഹാർഡ് വർക്ക് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോയി നമുക്കറിയത്തില്ല. ഞാനിങ്ങനെ ചിന്തിക്കുക, ഒരു സ്മോൾ ബൂത്തിൽ ഇങ്ങനെ ഇരുന്ന് എത്ര മണിക്കൂറുകൾ അവന് അങ്ങനെ ഇരുന്നുകൊണ്ട് ജോലി ചെയ്യുന്നുള്ളത് നമുക്ക് പറയാൻ പറ്റത്തില്ല. പക്ഷേ അവേഴ്സ് ആഫ്റ്റർ അവേഴ്സ്, ഡേ ആഫ്റ്റർ ഡേ അവനങ്ങനെ ഇരുന്നു. ഇമോഷണലി താൻ ഫ്രസ്ട്രേറ്റഡ് ആയിപ്പോയി കാണും, ഇമോഷണലി താൻ ഡ്രെയിൻഡ് ആയിപ്പോയി കാണും. പക്ഷെങ്കിൽ നമ്മളും ചിലപ്പോൾ നമ്മുടെ ജീവിതത്തിലെ ചില വിഷയങ്ങളുടെ മധ്യത്തിൽ നമ്മൾ ബുദ്ധിമുട്ടിപ്പോകത്തില്ലേ, ഫ്രസ്ട്രേറ്റഡ് ആയി പോകത്തില്ലേ? പക്ഷേ യേശു ഈ മനുഷ്യൻ ചുങ്കസ്ഥലത്ത് ഇരിക്കുന്നത് കണ്ടു. അവനെ വിളിച്ചു. എന്നിട്ട് ഒറ്റ കാര്യമേ പറഞ്ഞുള്ളൂ, എന്നെ അനുഗമിക്കുക എന്ന് അവനോട് പറഞ്ഞു. പ്രൈസ് ഗോഡ്. ഫോളോ മീ എന്ന് പറഞ്ഞു. അവൻ എഴുന്നേറ്റു യേശുവിനെ ഫോളോ ചെയ്തു. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, അതൊരു അൺഎക്സ്പെക്റ്റഡ് കാര്യമായിരുന്നു. ഒരു ആപ്ലിക്കേഷനൊന്നും താൻ കൊടുത്തില്ല കേട്ടോ, ഒരു ഡിസൈപ്പിളാകാൻ. പക്ഷേ യേശു കർത്താവ് അവനെ തിരഞ്ഞെടുക്കുമായിരുന്നു. അതും അവൻ്റെ നോർമൽ റുട്ടീനിൽ കൂടി അവൻ പോയിക്കൊണ്ടിരുന്നപ്പോൾ എല്ലാം അവനെടുത്തിട്ട് അവൻ്റെ പുറകെ പോയി. യോഹന്നാൻ്റെ സുവിശേഷത്തിൽ പറയുന്നുണ്ട്,
നിങ്ങളെന്നെ തിരഞ്ഞെടുത്തു എന്നല്ല, ഞാൻ നിങ്ങളെ തിരഞ്ഞെടുത്തു. You did not choose me, but I chose you and appointed you that you should go and bear fruit, and that your fruit should abide, so that whatever you ask the Father in my name, he may give it to you. മത്തായി അവൻ തിരഞ്ഞെടുത്തു. അവൻ അത് അക്സെപ്റ്റ് ചെയ്തു. ആ അക്സെപ്റ്റൻസ് അവൻ്റെ ജീവിതത്തെ തന്നെ ചേഞ്ച് ചെയ്തു. വെരി വെരി അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ളൊരു കാര്യം അല്ലേ? എന്തുവാ? യു ആർ ചോസൺ, അപ്പോയിൻറ്റഡ് ആൻഡ് അസൈൻഡ് ടു ഗോ ബെയർ ഫ്രൂട്ട്. തിരഞ്ഞെടുത്തു, അപ്പോയിൻറ്റ് ചെയ്തു, ഫലം കായ്പാൻ്റെ കൊണം ആക്കി വെച്ചു. ദൈവം ഇതിലേ ഏത് അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ഇങ്ങനെ ജീവിതത്തിൽ വന്നാലും അത് അക്സെപ്റ്റ് ചെയ്യാൻ തക്കൊണ്ണം ഒന്ന് റെഡിയാകുമോ? കർത്താവിന് നിങ്ങളെ ഓരോരുത്തരെയും സഹായിക്കട്ടെ. കണ്ണടയ്ക്കാൻ പ്രാർത്ഥിക്കുക. ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗീയ പിതാവേ, അപ്രതീക്ഷിതമായി ജീവിതത്തിൽ വരുന്ന കാര്യങ്ങൾ കണ്ട് ഭാരപ്പെടുവാനല്ല, ജീവിതത്തിൽ വരുന്ന എൻകൗണ്ടേഴ്സ് ഞങ്ങളുടെ നന്മയ്ക്കാണെന്ന് മനസ്സിലായി. ഏറ്റവും നല്ലതൊന്നും ഞങ്ങൾക്ക് വേണ്ടി മുൻകരുതിയ കർത്താവിൽ നിന്ന് ഞങ്ങൾ പ്രാപിക്കുവാൻ അത് ഇടയാക്കുന്നൊരവസരമായി കണ്ടുകൊണ്ട് മുന്നോട്ട് ജീവിക്കാൻ ആവശ്യമാകുന്ന സ്വർഗീയ കൃപ ഞങ്ങൾക്ക് തെരുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന ഘടനാൽ സ്തോത്രം യേശുവിന്റെ നാമത്തിൽ തന്നെ.